നമ്മൾ കർശോനിലെ ഒരു പഴയ വർക്കാണ് അവതരിപ്പിക്കുന്നത്. കേരള ചരിത്രത്തിലെ നമ്മൾ ഡേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് തെരസാപ്പള്ളി ചെപ്പേടാണ്. ഏറ്റവും അധികം ഇന്ന് കേരള ചരിത്രത്തിൽ പഠനം നടക്കുന്നതും ഈ ഡോക്യുമെൻറ്റിനെ വെച്ചാണ്. ഈ അടുത്തിടയ്ക്ക് 2013 രാഘവാര്യർ സാറും വെളുത്താട്ട് കേശവൻ സാറും കൂടി ഒരു പുസ്തകം ഇറക്കിയിരുന്നു. അത് തന്നെ അവർ വീണ്ടും ഇപ്പോൾ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് കേരള ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ ചരിത്രകാരന്മാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് തെരസാപ്പള്ളി ചെപ്പേട്. അതിൻ്റെ കാരണം ദി പയനിയർ ഡോക്യുമെൻ്റ് ഇൻ കേരള ഹിസ്റ്ററി എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു ചരിത്രമാണിത് പറയുന്നത്. അതായത് അത് മാർത്തോമ നസ്രാണികളെ പറ്റി തന്നെ ഒരു ആധികാരികമായ വിവരം നൽകുന്നു. അതിനു മുമ്പ് ഇതാണ് നമുക്ക് സെൻറ് തോമസ് ക്രിസ്ത്യൻസിനെ പറ്റി അഥവാ മാർത്തോമ നസ്രാണികളെ പറ്റി ഇന്ന് കിട്ടിയിട്ടുള്ളതിൽ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള സംഗതി എന്ന് പറയുന്നത്. സെൻറ് തോമസ് ക്രോസസ് എന്നും പേർഷ്യൻ കുരിശുകളെന്നും ഒക്കെ വിളിക്കുന്നു. പാലവി ലിഖിതം കാണുന്നതുകൊണ്ടാണ് പേർഷ്യൻ കുരിശുകൾ എന്ന് അതിനെ വിളിക്കുന്നത്. പക്ഷേ മാർത്തോമാ സ്ലീവുകൾ എന്നും സെൻറ് തോമസ് ക്രോസസ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പഴക്കമുള്ള മാർത്തോമാ നസ്രാണികളുടെ അസ്തിത്വം വിളിച്ചോതുന്ന സാധനം. ഇതിൽ പാലവി ലിഖിതമുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാം 6-ാം നൂറ്റാണ്ടിലെന്ന് അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം പാലവി ലിഖിതങ്ങളുള്ളത് ഒന്നിൻ്റെ തന്നെ ശരിയും തെറ്റുമായ പതിപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഒറിജിനലാണ്, അതിന് ഏറ്റവും അധികം പഴക്കമുണ്ട്. പിന്നീടുള്ളതെല്ലാം പിൽക്കാലങ്ങളിൽ വന്ന ഇമിറ്റേഷൻസാണ്. ചിലപ്പോൾ പാലവി ലിഖിതമില്ലാത്ത കോന്നല്ലൂരെ മാർത്തോമാ സ്ലീവയ്ക്ക് ചിലപ്പോൾ ഉള്ളതിനേക്കാൾ പഴക്കമുണ്ടാകാം. അപ്പോൾ എല്ലാത്തിനെയും ഒരേ പഴക്കത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം തെരസാപ്പള്ളി ചെപ്പേടിലേക്ക് വരുമ്പോൾ തെരസാപ്പള്ളി ചെപ്പേടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഡേറ്റ് ചെയ്തിരിക്കുകയാണ് 9-ാം നൂറ്റാണ്ടെന്നുള്ളത്. അപ്പോൾ മാർത്തോമാ നസ്രാണികളെ സംബന്ധിച്ച 9-ാം നൂറ്റാണ്ടിലെ ചരിത്രപരമായ ഏറ്റവും ആധികാരികമായി ഡേറ്റ് ചെയ്ത ഒരു രേഖയാണ് തെരസാപ്പള്ളി ചെപ്പേടെന്ന് പറയാം. നമ്മൾ പറയാൻ പോകുന്നത് മാർത്തോമാ നസ്രാണികളെ ഒരു മധ്യകാലഘട്ടം തൊട്ട് അടയാളപ്പെടുത്തിയിരുന്നത് 2 തരത്തിലാണ്. ഒന്ന്, വടക്ക് മഹോദേവർ പട്ടണത്ത് കുടിയിരിക്കുന്ന നസ്രാണി. രണ്ടാമത്തത് തെക്ക് കുരക്കേണി കൊല്ലത്ത് കുടിയിരിക്കുന്ന നസ്രാണി. 1867 വരെയുള്ള 1867 തിരുവിതാംകൂർ പുതിയ ആധാര എഴുത്ത് സമ്പ്രദായം വരുന്നത്. അതിനു മുമ്പുള്ള പഴയ ആധാരത്തിൻ്റെ ഓലക്കരണങ്ങളിലെല്ലാം മാർത്തോമ നസ്രാണി എവിടെ കുടിയിരിക്കുന്നോ അവിടെ ഇതിലേതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പെട്ടതായിരിക്കും. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ മുതൽ ഈ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയിൽ ലാക്കാട് ലാപ്പാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് പഴയ രാജ്യത്തിൻ്റെ അതിർത്തിയാണ്, പഴയ വേണാടിൻ്റെ അതിർത്തിയാണ്. അവിടം വരെയുള്ള നസ്രാണികൾ അറിയപ്പെടുന്നത്, അവരുടെ ആധാരവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്നത് മഹോദേവർ പട്ടണത്ത് മഹോദയപുരത്ത് കൂടിയിരിക്കുന്ന നസ്രാണികൾ എന്നാണ്. അതിനപ്പുറത്തേക്ക് ആ പമ്പയാറിൻ്റെ ആ കൈവയുടെ അപ്പുറത്തേക്ക് കൂടിയിരിക്കുന്നവരറിയപ്പെടുന്നത് കുരക്കേണി കൊല്ലത്ത് കൂടിയിരിക്കുന്ന നസ്രാണികൾ എന്നാണ്. ഇത് വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ്. 1867 വരെയുള്ള ആധാരങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ആധാരങ്ങളിൽ മിക്കവാറും മാർത്തോമാ നസ്രാണികളായിരിക്കും ഈ നമ്പൂതിരിമാരുടെ കയ്യിലിരിക്കുന്ന സ്ഥലം വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പം ഈ നസ്രാണി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് വരാം. ഇതാണ് അന്നത്തെ കാലത്ത് 849 ഈ ചെപ്പേടിൽ പറയുന്ന കൊല്ലത്തിൻ്റെ, ഈ ചെപ്പേടിൽ ദാനം കൊടുക്കുന്ന വസ്തുവിൻ്റെ ഏകദേശം ഒരു അതിർത്തി. ഇവിടെയാണ്, ഈ ഏരിയയിലാണ് ഇന്നത്തെ തങ്കശ്ശേരി ലത്തീൻ ബിഷപ്പ് ഹൗസും കത്തീഡ്രലും ഒക്കെ ഇരിക്കുന്നത്. ഏറെക്കുറെ ഇത് തന്നെയാണ് തെരസാപ്പള്ളിയുടെ സ്ഥാനമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അടുത്തതിലേക്ക് പറയാം. ഇതിൻ്റെ 4 അതിർത്തികൾ വളരെ വ്യക്തമായിട്ട് ചെപ്പേടിൽ പറയുന്നുണ്ട്. കൊല്ലത്ത് എവിടെയാണ് ഇത് കൊടുക്കുന്നതെന്നുള്ളത്. ശരിക്കും കുറച്ചും കൂടി നമുക്ക് റിസർച്ച് ചെയ്താൽ, അവിടെ പോയി കണ്ട് ഈ സ്ഥലപരിചയമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെപ്പേടിൽ 4 അതിരുകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ശൂരനാട് കുഞ്ഞൻപിള്ള സാറ് ഉണ്ണുനീലി സന്ദേശത്തെപ്പറ്റി പഠിച്ച് എഴുതുന്നതിന് മുമ്പ് കടുത്തുരുത്തി വന്ന് കൃത്യമായിട്ട് സ്ഥലം കണ്ട് ഇന്ന സ്ഥലങ്ങളിലാണ് ഉണ്ണുനീലിയുടെ വീട്, ഇന്ന സ്ഥലങ്ങളിലാണ് കടുത്തുരുത്തി വടക്കൻകൂർ രാജാവിൻ്റെ കൊട്ടാരം ഇരുന്ന് വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പം അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും. ഇതൊരു ഏകദേശ ചെപ്പേട് ഗൂഗിൾ മാപ്പും കൂടി വെച്ചുള്ള ഒരു കണക്കാണ്. അപ്പോൾ ഈ ഭാഗത്താണ് വടക്കേ അതിർത്തിയായ തോരണത്തോട്ടം വരുന്നത്. അതിൻ്റെ ഇപ്പുറയാണ് ഇന്നത്തെ ലത്തീൻ പള്ളിയും സംഗതികളും എല്ലാം ഇരിക്കുന്നത്. ഇത് ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്ത ബൗണ്ടറിയാണ് പുന്നത്തല. അത് വടക്ക് കിഴക്കേ അതിർത്തിയാണ്. ഗൂഗിൾ ഇന്നുമുള്ള സ്ഥലമാണ് പുന്നത്തല എന്ന് പറഞ്ഞ കൊല്ലത്തിനടുത്തുള്ള സ്ഥലം. അവിടെ പുന്നത്തല ആണ്ടിലം തോട്ടമാണ് ഒരു അതിർത്തി.
മൂന്നാമത്തെ അതിർത്തി എന്ന് പറയുന്നത് ഒരു വയൽ കാവുണ്ട് ഈ ഭാഗത്ത്. അത് കായലിന് ഇപ്പുറയാണ്. അഷ്ടമുടി കായലും കൂടി ഉൾപ്പെടുന്നതാണ് തെക്ക് കിഴക്കേ അതിർത്തി. അവിടെ ആ അതിർത്തി പറയുന്നത് ചേറ്റുവാതിൽ കൽമതിൽ എന്നാണ്. അതിനപ്പുറം മതിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം കൊല്ലത്തപ്പുറയുണ്ട്. നിങ്ങൾക്ക് കൊല്ലം കുറച്ചുകൂടി പരിചയം ഉണ്ടായിരിക്കും. തെക്കേ അതിർത്തി പറയുന്നതേ ഇല്ല. അതായത് ഇത് വെറുതെ ഒരു പ്രോസസ്സല്ല, പിടിയാനയെ കൊണ്ട് ഉഴുതിച്ചിട്ടാണ് ഈ വസ്തുവിൻ്റെ അതിര് നിശ്ചയിക്കുന്നത്. പിടി നടത്തുക എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ സ്ഥലത്തും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ ആ കൊടുത്തു കഴിഞ്ഞാൽ രാജാവിനോ രാജാവിൻ്റെ കിങ്കരന്മാർക്കോ ആർക്കും നസ്രാണിയോട് ചോദിക്കാതെ ആ വസ്തുവിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഇവിടുത്തെ അധികാരി സർവ്വതും ഈ പള്ളിയാരാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിര് നിശ്ചയിച്ച ഒരു സ്ഥലത്ത് തെക്കൻ അതിർത്തി പറയുന്നില്ല. 849 ഇത് ഏറെക്കുറെ കൃത്യമായിട്ട് ഡേറ്റ് ചെയ്ത് 9-ാം നൂറ്റാണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പഴക്കമുള്ള മാർത്തോമാസ്രാണികളെ സംബന്ധിച്ചൊരു രേഖയാണെന്നുള്ളത്. ഇനി കൊരക്കേണി കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ടായി പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊരക്കേണി കൊല്ലത്ത് കുടിയിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യമാണ് ഈ പറയുന്നത്. മരുവാൻ സബ്രീശോ മുഖാന്തരമാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 4 അതിർത്തികൾ പറഞ്ഞു ഞാൻ. ഇതെല്ലാം ഗൂഗിൾ മാപ്പ് വെച്ച് ഇപ്പോൾ തയ്യാറാക്കിയതാണ്. പക്ഷെ തെക്ക് അതിർത്തി പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു നിഗമനമാണ്. ഓൾറെഡി കൊല്ലം പട്ടണം ഇന്ന് ചിങ്ങം 1 825 കൊല്ലം പട്ടണം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കൊല്ലം കലണ്ടർ തന്നെ വരുന്നത്. അപ്പം ഈ ചെപ്പേടിൽ പറയുന്നുണ്ട് കൊല്ലം പട്ടണം നിർമ്മിച്ചത് ഈ ചെപ്പേടിന് കാരണക്കാരനായ മരുവൻ സബ്രീശോ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ആ കൊല്ലം പട്ടണം ഈ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത്, അഷ്ടമുടിക്കായൽ ഉൾഭാഗത്താണ്, തെക്ക് ഭാഗത്ത് അവിടെയുണ്ട്. അവിടെ മാർത്തോമ നസ്രാണികളുടെ കുടിയേറ്റം ഉണ്ട് ഓൾറെഡി. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ഹബ്ബ്, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് അവിടെ ആവശ്യമാണ്. അതായത് നമ്മൾ കേരളത്തിലെ പോർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുജീരീസ് ആയാലും എല്ലാം ഇൻലാൻഡ് പോർട്ടുകളാണ്, കടൽ തീരത്തല്ല. അതായത് കപ്പൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടൽ തീരത്ത്, തുറമുഖ തീരത്ത് അടുപ്പിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. തിരമാല, കാറ്റ് വലിയൊരു പ്രശ്നമാണ്. ഉള്ളിലേക്ക് കയറി കിടന്നാണ്. അപ്പോൾ വലിയ കപ്പലുകൾക്ക് എന്തുമാത്രം ഈ നദിയിലേക്ക് കയറി വരുമെന്ന് നമുക്ക് നിശ്ചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പഴയ പ്രാചീന കാവ്യങ്ങളിൽ മുജീരിയെപ്പറ്റി കേൾക്കുന്നത് തോണികളിൽ സാധനങ്ങളുമായിട്ട്, കുരുമുളകുമായിട്ട് കപ്പൽ കടലിൽ കിടക്കുകയാണ്. അപ്പോൾ കടലിൽ കിടക്കുന്ന കപ്പലിലേക്കാണ് ഈ സാധനങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ ഇല്ലൻ്റ് പോർട്ടുകളാണ്. അത് കൊല്ലത്ത് എവിടെ വേണമെങ്കിലും കാണാം, തേവലക്കര കാണാം, തേവള്ളി കാണാം, എവിടെ വേണമെങ്കിലും കാണാം. പക്ഷെ അങ്ങനെ ഒരു പോർട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനനുകൂലമായ സാഹചര്യം കൊല്ലത്തുണ്ട്. കാരണം ഈ കോടി നോക്കിക്കഴിഞ്ഞാൽ, ഇതാണ് തങ്കശ്ശേരി ഇന്നത്തെ ബിഷപ്പ് ഹൗസ് ഇരിക്കുന്നത്. ഈ കോടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡും കവർ ചെയ്യുക. കാറ്റിൻ്റെയോ തിരമാലകളുടെയോ വലിയൊരു ശല്യം അവിടെ വരുന്നില്ല. ഭൂമി തന്നെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിൻ്റെ, അതായത് പേർഷ്യയിൽ നിന്ന് വരുന്ന സാധനം ഇവിടെ ഇറക്കി ചൈനയിലേക്ക് കയറ്റുമതിയാണ്. ചൈനയിൽ നിന്ന് വരുന്ന സാധനം നേരെ തിരിച്ച് പേർഷ്യയിലേക്ക് കൊണ്ടുവരും. അതിനിടയ്ക്കുള്ളൊരു വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിനുള്ള ഒരു സാധ്യത ഇവിടെ കിടക്കുകയാണ്. അത് മനസ്സിലാക്കിയ വേണാട് വായുന്ന അയ്യനടി തിരുവടികൾ കൊല്ലം പട്ടണം നിർമ്മിച്ച മരുവാൻ സബ്രീശോയ്ക്ക് വിശാലമായൊരു ഏരിയ, എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുക 5 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും ഈ ഏരിയയിൽ മരുവാൻ സബ്രീശോയ്ക്ക് പിടിയാനയെ കൊണ്ട് അതിരെ ഉഴുതിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഈ സ്പെഷ്യൽ എക്കണോമിക് സോണെന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുന്ന പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് രാജാവ് തീർ എഴുതി കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഏരിയ ഏറെക്കുറെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ ചെപ്പേടിൻ്റെ എന്തുകൊണ്ടാണ് ഒരു കർഷകൻ പരിഭാഷ ഉണ്ടായത്? 849 മലയാളം 1600 ആർക്കും മനസ്സിലാകാത്ത രീതി വന്നു. അപ്പോൾ വേറൊരു പ്രശ്നം വന്നു. പോർച്ചുഗീസുകാരുടെ ആധിപത്യമാണ്. ഈ പോർട്ട്, ഈ തരിസാപ്പള്ളി ഇരിക്കുന്ന സ്ഥലം 1516 മുഹമ്മദീയരുടെ ആക്രമണത്തെ തുടർന്ന് പിന്നീട് പോർച്ചുഗീസുകാരുടെ കൈവശമായി. മാർത്തോമ നസ്രാണികൾ അവിടുന്ന് പോയി അപ്പുറം 1519 കാദീശോ പള്ളി എന്ന് പറഞ്ഞ് കുറച്ചും കൂടി തെക്ക് വേറൊരു പള്ളി കൊല്ലത്ത് തന്നെ വെച്ചു. അപ്പോൾ ആ പള്ളിയും പരിസരവും എല്ലാം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? പോർച്ചുഗീസുകാരുടെ, ലത്തീൻകാരുടെ കീഴിലാണ്. അപ്പോൾ ഈ പള്ളിക്ക് കൊടുത്ത അവകാശത്തെ തർക്കമുണ്ടായി. ഇത് ആർക്ക് കിട്ടിയതാണ്? മാർത്തോമ നസ്രാണികൾക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ആർക്കാണ് ആ പള്ളി ആരുടെ കയ്യിലായിരിക്കുന്നത്? ലത്തീൻകാരുടെ കയ്യിൽ.
അപ്പോൾ ഇതിൻ്റെ ഈ അവകാശം ആർക്കാണ്? ഇതിൽ നിന്ന് കിട്ടുന്ന, ഈ പോർട്ടലിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കിട്ടുന്ന വരുമാനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? തർക്കം എപ്പോഴും വസ്തുവിനെ സംബന്ധിച്ചാണല്ലോ. അപ്പോൾ ഈ ചെപ്പേഡ് എന്നാണ് പറയുന്നത്? ഇത് അന്വേഷിക്കേണ്ടി വന്നു. അന്ന് ലത്തീൻകാരനായാലും മാർത്തോമ 1601 മാർത്തോമ നസ്രാണികളുടെ മെത്രാനായ ഫ്രാൻസിസ് റോസ്, ലത്തീൻ്റെ കൊച്ചി രൂപതയുടെ കീഴിലാണ് ഈ പള്ളി അന്നേരം. കാതീശോ പള്ളി മാത്രമേ ഉള്ളൂ, അല്ല സുറിയാനിക്കാരുടെ കീഴിലുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒറിജിനൽ പള്ളിയിലേക്ക് കൊടുത്ത ഈ മാനുസ്ക്രിപ്റ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്, ഇത് ആർക്കാണ്, ഇതിന് മാർത്തോമ നസ്രാണികളാണോ അതോ ലത്തീൻ ചർച്ചാണോ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഫ്രാൻസിസ് റോസ് ഒരു കമ്മീഷനെ വെച്ചു. അന്ന് കർശോൻ വായനയിൽ ഏറ്റവും മിടുക്കന്, കർശോൻ വായനയിലല്ല, വട്ടെഴുത്ത് വായിക്കാൻ ഏറ്റവും മിടുക്കന്. കാരണം വട്ടെഴുത്തും ഇന്നത്തെ ആര്യയെഴുത്തിൻ്റെ ചില ശകലങ്ങൾ ഉപയോഗിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ചെപ്പേടിൽ ചെമ്പോലയിൽ എഴുതിയിരിക്കുന്നത് 5 ഓലയാണ് ഉള്ളത്. ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ ഇട്ടിമാണി കത്തനാർ ട്രാൻസ്ലേറ്റ് ചെയ്യുക കർശോൻ ഭാഷയിലേക്ക്. ഫ്രാൻസിസ് റോസ് വളരെ മികച്ച സുറിയാനി പണ്ഡിതനും കർശോൻ പണ്ഡിതനുമാണ്, അതിൽ സംശയമില്ല. പക്ഷേ വട്ടെഴുത്ത് വായിച്ച് ഇത് മനസ്സിലാക്കാൻ, ഇതിൻ്റെ ഒറിജിനൽ ഹോൾഡേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് 1601 കർശോനിലേക്ക് ഈ വട്ടെഴുത്തിലുള്ള 849 ഭാഷ മൊഴി മാറ്റിയെടുത്തു. ഇത് ഒറിജിനലി ഈ മാനുസ്ക്രിപ്റ്റ് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഫ്രാൻസിലെ നാഷണൽ ലൈബ്രറിയിലായിരുന്നു. അത് ഈ മാനുസ്ക്രിപ്റ്റിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫ്രാൻസിസ് റോസിൻ്റെ കാലഘട്ടത്തിൽ പരിഷ്കരിച്ച ഈ കൂദാശക്രമങ്ങളുടെ ഒരു മാനുസ്ക്രിപ്റ്റാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഞാൻ ഈ പറയുന്ന തെരസാപ്പള്ളി ചെപ്പേടിൻ്റെ മലയാളത്തിലുള്ള ഈ കർശോനിലുള്ള സാധനം കിടക്കുന്നത്. ഓക്കെ. ഇതാണ് കർശോൻ ഭാഷയിലുള്ള മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതായിരുന്നു എനിക്ക് വായിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വായിച്ചുകൊണ്ട് ആർക്കും അത് പിടികിട്ടണമെന്നില്ല. അതിൻ്റെ കർശോൻ പരിഭാഷ ഓക്കെ നമുക്ക് നോക്കാം. 5 ഓലയാണുള്ളത്. 1ാമത്തെ ഓലയിൽ കർശോൻ. ഇത് കർശോനിലുള്ള ആ മാനുസ്ക്രിപ്റ്റ് ഇന്നത്തെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ബ്രാക്കറ്റിൽ എന്താണ് അർത്ഥം എന്ന്. ഒറിജിനലിൽ 5 ചെമ്പോലകളിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അത് 1601 നമുക്ക് ഇത് കിട്ടുന്നത് വേറൊരു പോർച്ചുഗീസ് ഡോക്യുമെൻറ്റിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം ഈ തർക്കത്തെ സംബന്ധിച്ച് ഡിയാഗോ ഗോൺസാൽവസ് ചെയ്തിരിക്കുന്ന ഒരു പോർച്ചുഗീസ് ഡോക്യുമെൻറ്റിൽ നിന്നാണ് ഇങ്ങനെയൊരു ശ്രമം മാർത്തോമ നസ്രാണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് വിവരം കിട്ടുന്നത്. ഇതാണ് ഒന്നാമത്തെ ഓല. അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ചെമ്പോലയുടെ കർശോൻ്റെ ചെമ്പോല വട്ടെഴുത്തിലുള്ളതിൻ്റെ മലയാളമാണ് ഇരിക്കുന്നത്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ചേരമാൻ പെരുമാൾ ചെപ്പേടിൽ തെരുതായിക്കൽ പള്ളിക്ക് എഴുതി കൊടുത്ത വാചകം ഈ വണ്ണമാകുന്നുവെന്ന് അറിയുക. ഇതിൽ അന്ന് എഴുതിയത് കൊത്തിയത് 1ാം ഓലയിലെ വാചകം കേട്ടുകൊണ്ടാലും ഈ വണ്ണം. ഇതിന് 1ാം ഓല തുടങ്ങുകയാണ്. ഇരവി തമ്മൽത്രം. അതായത് 1ാം ഓലയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലമാണ്. ആർക്ക് കൊടുക്കുന്നു? ഈ പറയുന്ന ഏരിയയിൽ വിശാലമായ തെങ്ങിൻതോട്ട, കായലിൻ്റെയും കടലിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പടിഞ്ഞാറ് കടലാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻ തോപ്പ്, ഈ വിശാലമായ ആരൊക്കെയാണ് അവിടെ കുടിയിരിക്കുന്നത്, അവരെ ഉൾപ്പെടെ അവരുടെ മേൽ പലതരം നികുതികളുണ്ട്. ആ നികുതി എല്ലാം പള്ളിക്ക് കൊടുക്കുകയാണ്. അതാണ് 1ാമത്തെ ഓല. അതുപോലെ നേരത്തെ കൊല്ലത്തുണ്ടായിരുന്ന മരുവൻ സപ്രീശോയ്ക്ക് അല്ലെങ്കിൽ നേരത്തെ കൊല്ലത്തുണ്ടായിരുന്ന നസ്രാണികൾക്ക് ഇതുപോലെ ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും ചെപ്പേടിൻ്റെ 1ാമത്തെ ഓല പറയുന്നുണ്ട്. 2ാമത്തെ ഓലയിൽ പറയുന്നത് ഇതെങ്ങനെയാണ് ഈ ദാനം കൊടുക്കുന്നത്, അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. അതിൻ്റെ ഭൂമിയുടെ 4 അതിർത്തികൾ വളരെ കൃത്യമായിട്ട് പിടിയാനയെ കൊണ്ട് വിധിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തെക്ക് ഭാഗത്തെ അതിർത്തി പറയുന്നുമില്ല. അതൊരു ഇപ്പോഴൊരു മിസ്റ്ററി ആയിട്ട് കിടക്കുകയാണ്. 4 അതിർത്തികൾ പറയുന്നുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? അതായത് അന്നത്തെ കാലത്തെ 2 വലിയ ട്രേഡ് ഗിൽഡ്സ്, ഒന്ന് 5 വർണ്ണം, 2 മണിഗ്രാമം. പേരുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ, 2 ഇൻ്റർനാഷണൽ കച്ചവട സംഘങ്ങളാണ്. അവരാണിത് നടത്തേണ്ടവർ. ഇതിൻ്റെ കാരാളരായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് 5 വർണ്ണവും മണിഗ്രാമവും ഇൻ്റർനാഷണൽ ട്രേഡ് ഗിൽഡ് ആണ്. അതിൽ 5 വർണ്ണം കുറേ കൂടി ഒരു ഫോറിനേഴ്സ് ആയിരിക്കാം കൂടുതൽ സാധ്യത. മണിഗ്രാമത്തിൽ ലോക്കൽസും ആയിരിക്കാം കൂടുതൽ സാധ്യത. ഇത് ഞാൻ സാധ്യതയാണ് പറഞ്ഞ പേരുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, അതൊരു നിഗമനമാണ്. പക്ഷേ 2ഉം ഇൻ്റർനാഷണൽ ട്രേഡ് ഗിൽഡാണ്. അപ്പോൾ ഇവരാണ് ഈ 2ാമത്തെ ഓലയിൽ ഇത് നടത്തുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെന്ന് വ്യക്തമായി പറയുന്നു. ദാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ദാനം നടത്തുന്നതെന്നുള്ളതാണ്. 4ാമത്തെ ഓല 3ാമത്തെ ഓലയുടെ തുടർച്ചയാണ്, അതിൻ്റെ അവസാനമാണ്. ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ അവകാശങ്ങൾ
മാർത്തോമാ നസ്രാണിയുടെ പള്ളിക്ക്, തെരേസ പള്ളിക്ക് കൊടുക്കുകയാണ്. തെരേസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ചർച്ച് എന്നേ അർത്ഥമുള്ളൂ. അത് പേർഷ്യയിൽ നിന്ന് വരാം, ത്രീസായ ശുഭഹോ എന്ന് പറയുന്ന സുറിയാനി വാക്കിൽ നിന്ന് പറയാം. രണ്ടും അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ പള്ളിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് തെരേസ പള്ളി. പള്ളി ഒരുപക്ഷേ മാതാവിൻ്റെ പള്ളിയാകാം, ഗീവർഗീസിൻ്റെ പള്ളിയാകാം, പക്ഷേ ക്രിസ്ത്യൻ പള്ളിയാണ്. കാരണം അതിനുശേഷം കൊല്ലത്ത് വരുന്ന വിദേശ സഞ്ചാരികൾ 2 പള്ളി കൊല്ലത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഗീവർഗീസിൻ്റെയും പള്ളിയുണ്ടെന്ന് പറയുന്നുണ്ട്, മാതാവിൻ്റെ പള്ളിയുണ്ടെന്ന് പറയും. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ പള്ളികളെല്ലാം മാതാവിൻ്റെ ആയതുകൊണ്ട് മാതാവിൻ്റെ പള്ളി ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതൊക്കെ സാധ്യതയാണ്. കാരണം ഈ 2 പള്ളികളെ പറ്റി പിന്നീടുള്ള ഡോക്യുമെൻറ്റുകളിൽ, സഞ്ചാരികളുടെ ഡോക്യുമെൻറ്റുകളിൽ മെൻഷൻ ഉള്ളതാണ്. അപ്പം ക്രിസ്ത്യൻ പള്ളിയെ തന്നെയാണ് പറയുന്നത്. ഇനി 5ാമത്തെ ഓലയാണ് വളരെ പ്രധാനപ്പെട്ടത്. 25 ഒപ്പുണ്ട് ഇതിൽ. അതായത് ഈ 5 വർണ്ണത്തിലെയും മണിഗ്രാമത്തിലെ ആളുകൾ തന്നെ ആയിരിക്കണം ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. കാരണം ഈ പ്രോസസ്സിൽ അവരാണ് ഏറ്റവും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ 11 ഒപ്പ്, 11 അറബിക് ക്യൂഫിക്കിലാണ്. ബാക്കി 10 ഒപ്പ് പേർഷ്യൻ പാലവിയിലാണ്. നമ്മുടെ ഈ സെൻറ്റ് തോമസ് ക്രോസ് കാണുന്ന ആ പാലവിയിൽ തന്നെയാണ്. അപ്പോൾ 21 പിന്നെ 5 ഒപ്പ് ഹീബ്രു ലിഖിതം ഉപയോഗിച്ചാണ്. അപ്പം മൊത്തം 26 ഒപ്പുകൾ, 26 ഫോറിനേഴ്സ് ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ ഒപ്പ് ഇതിൽ കാണുന്നില്ല, ഉണ്ടെന്ന് പറയുന്നു. കാരണം 1758 ഡൂപ്രോൺ ഇതിൻ്റെ ഒരു പരിഭാഷ, അതായത് അന്ന് ഇവിടെ വന്നിരുന്ന ഫ്രഞ്ചുകാരനായ ഡൂപ്രോൺ ഇതിൻ്റെ ഒരു പരിഭാഷ നടത്തുകയുണ്ടായി. അതിൽ മലയാളത്തിൽ നിന്നുള്ള, ഇവിടെ നിന്നുള്ള, മലയാളക്കരയിൽ നിന്നുള്ള 17 സാക്ഷികളുടെ ഒപ്പും കൂടെ ഉണ്ട്. അപ്പം ഈ 26 ഒപ്പുകൾ സൂചിപ്പിക്കുന്നത് ഈ എഗ്രിമെൻ്റ് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. എന്തുമാത്രം ഈ ഒരു ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ ഒരു പ്രാധാന്യമാണ്. കൊല്ലമെന്ന് പറയുന്ന ഒരു സംഗതിയെ പിൽക്കാലത്ത് രേഖകളിൽ സജീവമാക്കി തീർത്ത് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിൽ ഈ രേഖ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 26 ഫോറിൻ സാക്ഷികളുടെ ഒപ്പ്. ഓക്കെ, അത് പക്ഷേ ഇതിൽ നമ്മുടെ കർശോനിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അതിന് പകരം മഹോദയപുരത്തെ നസ്രാണിക്ക് കൊടുത്ത, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലാപ്പാലത്തിൻ്റെ ഇപ്പുറം വരെ കുടിയേറിയ മഹോദയപുരത്തെ നസ്രാണിക്ക് കൊടുത്ത, അതായത് ക്നായിത്വം എന്ന് പറയുന്ന നസ്രാണിക്ക് കൊടുത്ത ചെപ്പേടിൻ്റെ ഒരു സംഗ്രഹം പോലെ ഒരു സംഗതിയാണ്. ചെപ്പേടിൻ്റെ ഭാഷയല്ല, പക്ഷേ കൃത്യമായിട്ട് ഡേറ്റും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന ക്നായിത്വമ്മൻ എന്ന നസ്രാണിക്ക് കൊടുത്ത ഒരു ചെപ്പേടിൻ്റെ സംഗ്രഹമാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഈ ഒപ്പിന് പകരം, 5ാമത്തെ ഓലയ്ക്ക് പകരം നമ്മുടെ കർശോനിൽ കാണുന്നത്. അടുത്ത് ഇത് ഡൂപ്രോണിൻ്റെ ഈ തെരേസാപ്പള്ളി ചെപ്പേടിൻ്റെ പരിഭാഷ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹം ഈ ക്നായിത്തമ്മൻ ചെപ്പേടിൻ്റെയും കൂടെ ഒരു സംഗ്രഹത്തിൻ്റെ പരിഭാഷ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. 2 ഏറെക്കുറെ ഒത്തുപോകുന്നതാണ്, ചെറിയ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ആദ്യത്തേത് ഞാൻ അന്വേഷിച്ച് ബൈജോച്ചിനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് മലയാളം അറിയാവുന്നവരുമായിട്ട് നടത്തിയ ഒരു സംഗ്രഹമാണ്. 2 ഏറെക്കുറെ സാമ്യമാണ്, പക്ഷേ ഡൂപ്രോണിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡൂപ്രോണാണ് ഇത് 1758 വായിക്കുന്നതെന്നാണ് ആദ്യമായിട്ട് വായിക്കുന്നതെന്നാണ് പലതും കരുതിയിരുന്നത്. അതിനുശേഷം നമ്മുടെ കേരളത്തിലെ ചരിത്രകാരന്മാരുടെ അറിവിൽ, പ്രത്യേകിച്ച് രാഘവാര്യർ സാറും വെളുത്താട്ട് കേശവൻ സാറും നടത്തിയ പഠനത്തിൽ ഗുണ്ടർട്ടിൻ്റെ കാലം തൊട്ടാണ്, 1843 മുതലാണ് ഇതിൻ്റെ വായന ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് നടന്നതെന്നാണ് കരുതി വന്നത്. പക്ഷേ 1601 ഫ്രാൻസിസ് റോസിൻ്റെ കാലത്ത് ഈ ചെപ്പേഡിനെ അതിൻ്റെ ഒറിജിനൽ ഹോൾഡേഴ്സ് തന്നെ ഇത് വായിക്കുവാനായിട്ട് നടത്തിയ ശ്രമമാണ് ഈ പറയുന്ന കർശോനിലുള്ള തെരേസാപ്പള്ളി ചെപ്പേഡിൻ്റെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ നിലയ്ക്ക് വെച്ച് നോക്കുമ്പോഴും വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് രാഘവാര്യർ സാറും ഈ വെളുത്തേട്ട് സാറും വെച്ച് ട്രാൻസ്ലേഷൻ കൊണ്ട് തന്നെ ഇത് പരിഭാഷപ്പെടുത്താൻ സാധിച്ചത്, അതിൻ്റെ ഇന്നത്തെ മലയാളം കൂടി കൊടുക്കാൻ സാധിച്ചത്. 849 ഭാഷ ആയതുകൊണ്ടാണ് അത് വായിക്കാതിരുന്നത്. വായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകില്ല, കാരണം ഇന്നത്തെ മലയാളത്തിൻ്റെ സ്ട്രക്ചറുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ കൺക്ലൂഷൻ ഓൾറെഡി പറഞ്ഞു. ഇത് മാർത്തോമാ നസ്രാണികളുടെ ഒരു ഇൻ്റർനാഷണൽ പ്രസൻസ് അടയാളപ്പെടുത്തുന്ന ഏറ്റവും പഴക്കമുള്ള രേഖ തന്നെയാണ്. അതിൻ്റെ 1601 ഏറ്റവും ആദ്യത്തെ പരിഭാഷയാണത് മാർത്തോമാ നസ്രാണികളുടെ ഭാഗത്തുനിന്നും. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു, അവിടെ ഒരു തർക്കം ഉണ്ടായപ്പോഴാണ് ആ പരിഭാഷയുടെ ആവശ്യം വന്നത്. നമ്മളിതുവരെ അധികം പ്രാധാന്യം ഈ കർശോന് കൊടുത്തിരുന്നില്ല. കർശോൻ വെച്ച് പഠിക്കുമ്പോൾ 2 സൈസ് ചെപ്പേടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവിൽ ഇടക്കാലത്ത് ചരിത്രകാരന്മാർ വിലയിരുത്തിയത്. 2 കൂട്ടം ചെപ്പേടുകൾ. പക്ഷേ കർശോൻ വെച്ച് പഠിക്കുമ്പോൾ
അത് ഒറ്റ ചെപ്പേഡായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ അടുത്തിടയ്ക്ക് ഒറ്റ ചെപ്പേഡായിരുന്നു ഈ 2 സെറ്റ് ചെപ്പേഡുകളും ഒന്ന് രാഘു വാര്യർ സാറും കേശവൻ വെളുത്താട്ട് സാറും കൂടി തിരുത്തിയിട്ടുണ്ട്. പക്ഷേ കർശനം വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലാതെ തന്നെ ഇതൊറ്റ ചെപ്പേഡിൻ്റെ തന്നെ ഭാഗങ്ങളായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട രേഖ കർശവനിൽ കിട്ടിയെന്ന് പറയുന്നത് നമ്മുടെ കർശവൻ പഠനത്തിൻ്റെ ഒരു 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 തുടർച്ചയിൽ ഒരു വലിയ നാഴികക്കല്ലായിട്ട് തന്നെ ഞാൻ കാണുന്നു.